ഹായ്, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ കോണ്ടന്റ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം, കുറച്ച് പോയിന്റ്സും പറയാനുണ്ട്. ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ റൂമിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇനി കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. ആദ്യം തന്നെ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് അതൊരു ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും രണ്ട് മെയിൻ പാർട്ടുകളാണ് വീഡിയോസിൽ ഉണ്ടാവുക. അതായത് ഒന്നെന്ന് പറയുന്നത് എ റോൾ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ബി റോൾ. എ റോൾ എന്ന് പറയുമ്പോൾ ഇതൊരു എ റോളാണ്. അതായത് ഞാൻ നിങ്ങളോട് ഡയറക്റ്റ്ലി സംസാരിക്കുകയാണ്, ക്യാമറ നോക്കി നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ടോക്കിംഗ് ഹെഡാണ്. അതിനാണ് നമ്മൾ എ റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ഫുട്ടേജ് എന്ന് പറയുന്നത്. ഇനി ബി റോൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള ചെറിയ ക്ലിപ്സ് എനിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ വോയിസ് ഓവർ ഉണ്ടാവും. ഫ്രണ്ടിൽ വരുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് റാൻഡം ആയിട്ടുള്ള നമ്മുടെ റാൻഡം മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. അതിനെയാണ് ബി റോൾസ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ വീഡിയോനെ ഹെൽപ്പ് ചെയ്യുന്ന എക്സ്ട്രാ ഫുട്ടേജ് ആണ്. ബി റോൾസ് ആഡ് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ എഫേർട്ടാണ്, പക്ഷേ എന്നാലും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ വിഷ്വലി ഭയങ്കര പ്ലേസിംഗ് ആണ്. ഓഡിയൻസിന് കുറച്ചും കൂടെ മനസ്സിലാവും, ഒരു ബാക്കിലൊരു സ്റ്റോറിയും കൂടെ മനസ്സിലാവും. അപ്പോൾ ഒരു നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് ഫോമാറ്റാണ് ബി റോൾസ് ആഡ് ചെയ്യുന്നത്. എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നൊന്ന് പറയാം കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി കുറച്ച് നാൾ മുന്നേ, ഒരു 1 year മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ കോണ്ടന്റ് ക്രിയേഷൻ ടൂൾസും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ പറയാം. ആ വീഡിയോ എന്നിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഒരു ബിഗിനർ കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ശരിക്കും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടൂൾസ് മാത്രം മതി. അതിലും എല്ലാം തന്നെ വേണമെന്നില്ല, അതിൻ്റെ പകുതി ടൂൾസ് മതി. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയാണ്. ഫോൺ, ഏത് ഫോൺ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 13 ആണ്. അപ്പം എനിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഫോൺ തന്നെയാണ്. അപ്പോൾ ആ ഫോണിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറയിലൊന്നുമല്ല. പിന്നെ ഉള്ളത് മൈക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ബ്ലൂടൂത്ത് മൈക്ക് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വയേർഡ് മൈക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വയേർഡ് മൈക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബോയ M1 മൈക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അടിപൊളി മൈക്കാണ്. ആകെ കുറച്ച് വയറിൻ്റെ ലെങ്ത്തിൻ്റെ ഒരു പ്രോബ്ലം മാത്രമാണ്. ലെങ്ത്ത് ഒരുപാടുണ്ട്, പക്ഷേ ഇപ്പോൾ അറിയാണ്ട് അങ്ങനെ വലിച്ചു പോയാൽ ഫോണും എല്ലാം കൂടെ വന്ന് വീഴും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്ലാരിറ്റിയൊക്കെ അമേസിങ് ക്വാളിറ്റിയാണ്, അമേസിങ് ക്ലാരിറ്റിയാണ്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഈ മൈക്ക് കിട്ടിയത്. ഈ മൈക്ക് ഗ്രനേറോൻ്റെ മൈക്കാണ്. ഇത് 2 എണ്ണം വരുന്ന മൈക്കാണ്. കണ്ടില്ലേ, സോറി ഇത് വന്നിട്ട് ഗ്രനേറോൻ്റെ മൈക്കാണ്. ഇത് 2 എണ്ണം വരുന്നതാണ്. 2 മൈക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു കണക്ടർ ഉണ്ട്. പിന്നെ ബോയ മൈക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് ഇപ്പോഴും പഴയ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ബോയ 3.5 mm ജാക്കാണല്ലോ, ജാക്ക് അഡാപ്റ്ററാണ്. അപ്പോൾ അതെങ്ങനെ ഐഫോണിൽ കുത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഐഫോണിന് വേണ്ടിയിട്ട് അത് വേറെ ഒരു 3.52 ലൈറ്റ്നിങ് കേബിൾ വാങ്ങേണ്ടി വരും. അത് ഒരുപാട് പ്രൈസൊന്നും ഇല്ല, എനിക്കൊരു 300-നൊക്കെ കിട്ടും. അത് വാങ്ങി അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലും ആ ഒരു കണക്ടർ ഉണ്ട്. ഇതിൽ C2 ലൈറ്റ്നിങ് കണക്ടർ ഉണ്ട്, അതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മൈക്ക് അതായി. പിന്നെ ഉള്ളത് ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നാച്ചുറൽ ലൈറ്റാണ് ഏറ്റവും നല്ലത്. നമ്മൾ സൺലൈറ്റ് ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു വിൻഡോൻ്റെ അടുത്ത് പോയിരുന്ന് വീഡിയോ എടുത്ത് നോക്കിയാൽ ഭയങ്കര ക്ലിയർ ആണ്. ശരിക്കും നമ്മുടെ ഡിവൈസിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ലൈറ്റിങ്ങിനാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കുക. ഇപ്പോൾ നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അധികം സൺലൈറ്റ് കിട്ടുന്നില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കുഞ്ഞ് ലൈറ്റ് ഉണ്ടല്ലോ, ഒരു റെക്റ്റാങ്കിൾ, അതായത് നമ്മളിങ്ങനെ ഫോണിൻ്റെ മേളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിങ്ങനെ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റ് കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. നല്ലത് ഒരു 3000 ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അഫോർഡബിൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അത് ഭയങ്കര ഹാൻഡിയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാമല്ലോ, അപ്പോൾ ഭയങ്കര ഹാൻഡിയാണ് അത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാധാരണ ബൾബ് നമുക്ക് ഫ്രണ്ടിൽ വെക്കാം, ഒരു ലൈറ്റ് സോഴ്സ് നമുക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. ഞാൻ റിംഗ് ലൈറ്റ് ഇപ്പം കുറച്ച് നാളായി കേടായിട്ട്, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും ഞാൻ സൺലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനത്തെ രാത്രിയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ടോക്കിംഗ് ഹെഡ് വീഡിയോ ആണ്, ലോങ് വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ്, യൂട്യൂബ് വീഡിയോ നോക്കി ചെയ്തതാണ്. സോഫ്റ്റ് ബോക്സിൻ്റെ കവർ മാത്രം ആമസോണിൽ നിന്ന് വാങ്ങി. ബാക്കിൽ അതിനകത്തുള്ള ലൈറ്റ് വലിയ എക്സ്പെൻസീവ് ലൈറ്റൊന്നുമല്ല, സാധാരണ ഒരു 40 വാട്ടിൻ്റെ ബൾബാണ്, വൈറ്റ് ബൾബാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ഭയങ്കര ചീപ്പായിട്ട് വാങ്ങി അങ്ങനെ ചെയ്തതാണ്. ഈ സോഫ്റ്റ് ബോക്സിൻ്റെ കവറിന് കുറച്ച് പ്രൈസായി, 1600 ആയി. അപ്പോൾ ബാക്കി ഒരു ലൈറ്റ് സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഭയങ്കര ഹാൻഡി ഒന്നുമല്ല. പെട്ടെന്ന് ഇപ്പോൾ ഒരു ക്വിക്കായിട്ട് ഒരു വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. ലോങ് ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നു, ഇത് ഓക്കെയാണ്. പിന്നെ റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, റിംഗ് ലൈറ്റ് ഇപ്പോൾ കേടായിപ്പോയി. പക്ഷേ റിംഗ് ലൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാം. റിംഗ് ലൈറ്റും അടിപൊളി തന്നെയാണ്. ഞാൻ ഡിജിടെക്കിൻ്റെ റിംഗ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എക്യുപ്മെൻറ്റ്സിൻ്റെ ലിങ്ക് എല്ലാം താഴെ കൊടുത്തേക്കാം, എല്ലാം തന്നെയും കൊടുത്തേക്കാം. ട്രൈപ്പോഡിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ട്രൈപ്പോഡ് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. സാധാരണ ഒരു 800 ട്രൈപ്പോഡ് ആമസോണിൽ കിട്ടും, ആമസോൺ ബേസിക്സിൻ്റെ. അത് അടിപൊളി ട്രൈപ്പോഡാണ്. അത് യൂസ് ചെയ്ത് ബിഗിനേഴ്സിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് യൂസ് ചെയ്താൽ മതി, ധാരാളമാണ്. പിന്നെ എനിക്കതുണ്ടായിരുന്നു, പിന്നെ അത് പൊട്ടിപ്പോയി. അതും എത്രയോ നാൾ, എനിക്കൊന്നൊരു 8-9 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അത് പൊട്ടിയത്. ഒത്തിരി പണ്ട് വാങ്ങിയതാണത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ട്രൈപ്പോഡാണ് ഇരിക്കുന്നത്. ഇതും ആമസോണിൻ്റെ ആണ്, പക്ഷേ മോഡൽ കുറച്ച് എന്തോ ഡിഫറെൻ്റ് ആണ്. പിന്നെ അതുപോലെ നല്ല ഹൈറ്റും ഉണ്ട്, ഭയങ്കര ഹൈറ്റാണ്. ഇതിന് ഒരു 200 സെൻറ്റിമീറ്റർ പോകുന്നുണ്ട് ഇതിൻ്റെ ഹൈറ്റ്. എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ട്രൈപ്പോഡ് ഇല്ലാന്നുണ്ടെങ്കിലും ഓക്കെ, ചെറിയ നമ്മുടെ സെൽഫി സ്റ്റിക്കൊക്കെ ആണല്ലോ, അതാണെങ്കിലും ഓക്കെ. ഇനി ട്രൈപ്പോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമാണ് ട്രൈപ്പോഡ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഈ പ്രോസസ്സ് തന്നെ ഒരുപാട് ലെങ്തി പ്രോസസ്സാണ്, കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ട്രൈപ്പോഡ് സെറ്റ് ചെയ്യുക, അപ്പോൾ ഈ ഫോൺ വരേക്ക് സെറ്റ് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഒരുപാട് ടൈം നഷ്ടമാണ്. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു സിമ്പിൾ അഫോർഡബിൾ ആയിട്ടുള്ള ട്രൈപ്പോഡ് നമ്മൾ എപ്പോഴും കൈ വെക്കുമ്പോൾ ഒത്തിരി ടൈം നമുക്ക് ലാഭിക്കാം. ഇനി നമുക്ക് ബി റോൾസിലേക്ക് വരാം. ഓരോ വീഡിയോസിനും നമ്മളിങ്ങനെ ഓരോ ബി റോൾസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ബി റോൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും സൗകര്യം. അതായത് നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ബി റോൾസ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ഒരു ബി റോൾ ബാങ്ക് എന്ന് വിചാരിച്ചോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് പല വീഡിയോസിലും ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് യൂസ് ചെയ്യാം. കളക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ജസ്റ്റ് ChatGPTയിലേക്ക് പോവാം. ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തേക്കാം, ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ആ പ്രോംപ്റ്റ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കളക്ഷൻ ഓഫ് ബി റോൾസ് കിട്ടും. ഈ ബി റോൾസിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റുന്ന ഐഡിയാസ് അപ്പോൾ ഷൂട്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ കുറച്ച് ഷൂട്ട് ചെയ്ത് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വെക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ബി റോൾസ് വേണമെങ്കിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റും കൂടെ ChatGPTക്ക് കൊടുക്കുക. നിങ്ങൾക്കൊരു റഫ് സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ChatGPTക്ക് കൊടുത്തിട്ട് ഈ ഒരു പ്രോംപ്റ്റും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഈ സ്ക്രിപ്റ്റിന് മാച്ച് ആവുന്ന രീതിയിൽ ബി റോൾസ് നിങ്ങൾക്ക് കിട്ടും. ബാക്കി നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ബി റോൾസ് ഇതുപോലെ ആവശ്യമുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ഡ്രൈവിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതുപോലെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എൻ്റെ ഡ്രൈവിൽ പല ഏരിയാസായിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഏരിയാസ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയാണ് ഒരു സെക്ഷൻസ് പോലെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ വർക്ക് ആൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ റൈറ്റിംഗ് അല്ലെങ്കിൽ വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ബി റോൾസ്, ഇതെല്ലാം ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ്സ് ഒക്കെ ഉള്ള ചെറിയ വീഡിയോസാണ് കേട്ടോ. അതെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എ റോൾസിലേക്ക് വരാം. എ റോൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അത് ഷോർട്ട് ഫോം ആണെങ്കിലും ലോങ് ഫോം ആണെങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് ടോക്കിംഗ് ഹെഡ്, അതിനാണ് എ റോൾസ് എന്ന് പറയുന്നത്. ഞാൻ ഷോർട്ട് ഫോം ആണെങ്കിലും ലോങ് ഫോം ആണെങ്കിലും എനിക്ക് ചെറിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ സ്ക്രിപ്റ്റ് വളരെ വേർഡ് ബൈ വേർഡായിട്ട് ഞാൻ അതേപോലെ പറയുന്നല്ല. എൻ്റെ ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് നാച്ചുറലായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. പക്ഷേ എന്നാലും ഐ ഡു ഹാവ് മൈ പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സ് അനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവോ, ഞാനിപ്പോൾ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് സൈഡിൽ സ്ക്രിപ്റ്റ്, ഞാൻ ഈ വീഡിയോയ്ക്കും ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ബി റോൾസ് എടുക്കുന്ന ഒരു പ്രോസസ്സ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും സ്ക്രീൻ മിറർ ചെയ്യാറുണ്ട് എൻ്റെ ലാപ്ടോപ്പിലേക്ക്. കറക്റ്റായിട്ട് ഫോണിൽ ഞാൻ എന്നെ കാണുന്നുണ്ടോ, എവിടെയൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെയുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എവിടെയാണോ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൈപോഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പോസ് ചെയ്യുക. നമ്മുടെ ബി റോൾ എന്ത് ടൈപ്പ് വേണം അത് അനുസരിച്ചിട്ട് നമ്മൾ പോസ് ചെയ്യുക. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ അത് ശീലമായി വരുമ്പോഴേ നമുക്കത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നല്ല ഔട്ട്പുട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അല്ലെങ്കിൽ ആരും ഒന്ന് ഡൗൺ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പോൾ അതുകൊണ്ട് പയ്യെ ചെയ്താൽ മതി. ബി റോൾസ് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. നമ്മുടെ കയ്യിൽ ചെറിയൊരു ടവലെങ്ങാനും വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. നമ്മൾ ഈ ട്രൈപോഡിൽ വെക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ കൈ ലെൻസിൽ ടച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് അവിടെ ഫിംഗർ പ്രിൻറ്റ് വരുമ്പോഴേക്കും നല്ല ബ്ലറായി പോകും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് പല ഷോട്ട്സ് എടുക്കുക. നമ്മൾ ഈ എടുക്കുക അഭിനയിക്കുക ഇത് തന്നെ. നമ്മൾ പല ഷോട്ട്സ് ഡിഫറെൻറ്റ് രീതിയിൽ എടുത്ത് നോക്കുക. അതേപോലെ എടുക്കുന്നതിന് മുന്നേ ഫോൺ നന്നായിട്ട് ചാർജ് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. കാരണം ക്യാമറയാണ്, ഒത്തിരി ചാർജ് പെട്ടെന്ന് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറേ ബി റോൾസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് വേഗം ചാർജ് തീരും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ചാർജ് ആക്കിയിട്ട് എടുക്കുക. ഇടയ്ക്കെന്ന് വെച്ച് പിന്നെ ഓഫായി പോവും. ചിലപ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോവും. അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അതുപോലെ എയർപ്ലെയിൻ മോഡിൽ ഇട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ കോൾസ് എന്തെങ്കിലും വരുമ്പോഴേക്കും ഇത് ഓഫായി പോവും. ഓഫായി പോകുന്നത് കൊണ്ടല്ല, നമ്മളിത് അറിയില്ല. നമ്മൾ ഇതറിയാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ
എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, അറിയില്ല. അല്ലെങ്കിൽ നല്ല വോളിയത്തിൽ ഫോൺ വെക്കുക, സൈലൻ്റായിട്ടൊന്നും വെക്കാണ്ടിരിക്കുക. പിന്നെ അതുപോലെ കറക്റ്റായിട്ട് റെക്കോർഡിങ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കും, എന്നിട്ട് വന്നിരിക്കും അഭിനയിക്കും, പക്ഷേ കുറേ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പോയി നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചെക്ക് ചെയ്യുക എന്തായാലും. അതുപോലെ സ്റ്റോറേജ് ഇഷ്യൂ ഉള്ള ഫോണാണെങ്കിൽ ഇതുപോലെ സംഭവിക്കും. പിന്നെ എനിക്ക് ഫോണിൽ സ്റ്റോറേജ് ഇല്ലയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറിയൊരു ടിക്ക് ശബ്ദം കേൾക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട്. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റോറേജൊക്കെ അത്യാവശ്യം ആക്കി വെച്ചതിന് ശേഷം പഴയ ഫയൽസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത ബി-റോൾസിൻ്റെ ഔട്ട്പുട്ട്സ് കൂടെ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ്സിൽ ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. റിലാക്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.